കണ്ടല്ലോ അല്ലേ, ഇത് ദേവാലയമോ ദൈവാലയമോ അതോ ഇനി പിശാചിന്റെ ആലയമോ? സംശയിക്കേണ്ട, ദൈവത്തിന്റെ ആലയമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാണ് അവിടെ വൈദികൻ കൈകളിലേന്തുന്നത്. ഗോതമ്പ് കൊണ്ടുള്ള പുളിച്ച മാവിന്റെ അപ്പവും മുന്തിരിയിൽ നിന്നുള്ള ലഹരിയില്ലാത്ത വീഞ്ഞും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിലൂടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളായി മാറുന്നു. ഇത്രയും ആമുഖമായി പറഞ്ഞത് ഇങ്ങനെ ഓരോ വിശുദ്ധ കുർബാനയിലും നടക്കുന്ന സ്ഥലം ദേവാലയമല്ല, ദൈവാലയമാണെന്നാണ് വിശ്വസിക്കുന്നതെന്ന് പറയുവാൻ വേണ്ടിയാണ്. ദൈവാലയം വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് മാത്രം ദൈവാലയം, അല്ലാത്തപ്പോൾ കമ്മ്യൂണിറ്റി ഹാൾ എന്ന നിലയിലേക്ക് അധപ്പതിക്കരുത്. അത്യാവശ്യം എന്തെങ്കിലും ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ പരിശീലനം നടത്തുന്നെങ്കിൽ അത് ദൈവാലയത്തിനുള്ളിലാണ് എന്ന ബോധ്യത്തോടു കൂടി അതിൻ്റെതായ ഗൗരവത്തോടെ പരിശുദ്ധിയോടെ വേണം നടത്താൻ. ഈ വിശ്വാസം, ഈ സന്ദേശം ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടത് പ്രധാനമായും വൈദികനാണ്. മുതിർന്നവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ദൈവാലയത്തിൽ ആക്ഷൻ സോങ്, സിനിമാറ്റിക് ഡാൻസ്, നാടകം, കൂത്തരങ്ങുകളൊന്നും നടത്താൻ പാടില്ല. അതും ഒരു വൈദികൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എങ്ങനെയായിരിക്കും? അവർക്ക് പ്രചോദനമല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ദൈവാലയത്തിന് പുറത്ത് നടത്തണം. പണ്ട് കാലങ്ങളിൽ ഇത് വല്ലതും നടത്താൻ പൂർവികരായ ആത്മീയ പിതാക്കന്മാർ സമ്മതിക്കുമായിരുന്നു? ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അതിൻ്റെതായ പരിശുദ്ധിയും ആത്മീയതയും ഉണ്ടായിരുന്നു. ഇത് ചെയ്യുന്നത് ആര് തന്നെ ആയാലും തെറ്റാണ്. ദൈവം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ചെയ്യാൻ മടിക്കുന്ന ഒന്നും ദേവാലയത്തിൽ ചെയ്യാൻ പാടില്ല. ദേവാലയം ആരാധനയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. OVBS പോലുള്ള പരിശീലനമാണെങ്കിൽ അവിടെ തിയറി പാട്ടൊക്കെ പഠിപ്പിച്ചോളൂ. പക്ഷേ ദൈവാലയത്തിനുള്ളിൽ ആക്ഷൻ സോങ്, സിനിമാറ്റിക് ഡാൻസ് ഒന്നും ദയവായി ചെയ്യരുത്. വൈദികരും മനുഷ്യരാണ്, അവർക്കും സർഗവാസനകളുണ്ട്. അവരും ഇതിലൊക്കെ പ്രഗത്ഭരാണ്. പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ടത് വിശുദ്ധ ബലിപീഠത്തിന് മുന്നിലല്ല. വിശുദ്ധ ബലിയർപ്പിക്കുന്ന കൈകൾ കൊണ്ട് ആ ബലിപീഠത്തിന് മുന്നിൽ ആക്ഷൻ കാണിക്കുന്നത് എന്തിന്റെ പേരിലായാലും ശരിയുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള വൈദികരെ സഭ ഉപദേശിച്ചു, അവരെ ചേർത്ത് നിർത്തണം. അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ആവർത്തിക്കാതിരിക്കാൻ പഠിപ്പിക്കണം. വൈദികർക്ക് ചേർന്ന പണിയല്ല സിനിമാറ്റിക് ഡാൻസും കൂത്തുമൊക്കെ. ഇതൊക്കെയാണോ വൈദിക സെമിനാരിയിൽ പഠിപ്പിക്കുന്നതെന്ന് പോലും സംശയിക്കുന്നു. അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? അത്യാവശ്യമാണെങ്കിൽ നാടകശാലയിലാകാം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെയാണ് ദൈവാലയം ക്രമീകരിച്ചിരിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലം എന്ന മദ്ബഹായിൽ കർത്താവിന്റെ സിംഹാസനവുമുണ്ട്. പഴയ നിയമകാലത്ത് ദൈവാലയത്തിന്റെ ആദ്യ പതിപ്പായ സമാഗമന കൂടാരത്തെ എങ്ങനെയാണ് സമീപിച്ചിരുന്നതെന്ന് പുറപ്പാട് പുസ്തകത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിലൊട്ടും കുറഞ്ഞതല്ല ഓരോ ദൈവാലയം എന്നത്. വൈദികർക്ക് അറിയാമെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യം മാത്രമാണ്. എല്ലാ വൈദികരെയും അടച്ചാക്ഷേപിച്ചതല്ല. 99% വൈദികരും നല്ലവർ തന്നെയാണ്. പക്ഷേ 1% മതിയല്ലോ മറ്റുള്ളവർക്കും ചീത്തപ്പേരുണ്ടാക്കാൻ. നിങ്ങളുടെ പ്രവൃത്തി കണ്ട് വളരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നത് എന്ത് ആശയമായിരിക്കും? ഒരു തലമുറയാണ് നിങ്ങളുടെ ഈ പ്രവൃത്തിയിലൂടെ തെറ്റായി ദൈവാലയത്തെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ സത്യം പറയാതിരിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ഇങ്ങനെയാണോ OVBS പഠിപ്പിച്ചിരുന്നത്? ചിന്തിക്കുക. ഈ തലമുറയെ തെറ്റായ പാതയിലേക്ക് നയിക്കാതെ അവരെ ആത്മീയം, വിശ്വാസം പഠിപ്പിക്കുക. ദേവാലയത്തിനുള്ളിൽ ബലിപീഠത്തിന് മുന്നിൽ ഇങ്ങനെയൊക്കെയുള്ള കൂത്തുകൾ നടത്താതിരിക്കുക. അങ്ങനെ വേണമെങ്കിൽ അതിന് പറ്റിയ ഇടങ്ങൾ കണ്ടെത്തി അവിടെ നടത്തുക.